കണ്ണൂർ പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെയുണ്ടായ സ്ഫോടനത്തിൽ പങ്കില്ലെന്ന CPM-ന്റെ പ്രതിരോധം നുണയാണോ? CPM-ന്റെ പാർട്ടി കോട്ടയാണ് സ്ഫോടനം നടന്ന പാനൂർ മുളിയത്തോട്. കൊല്ലപ്പെട്ട ഷെറിലും പരിക്കേറ്റ വിനീഷുമടക്കം പ്രതിപ്പട്ടികയിലുള്ളവരെല്ലാം പാർട്ടി അനുഭാവികൾ. വിനീഷിന്റെ പിതാവ് ഇപ്പോഴും CPM-ന്റെ പ്രാദേശിക നേതാവ്. അതിനാൽ പ്രതികൾക്ക് പാർട്ടി ബന്ധമില്ലെന്ന പതിവ് വാദം അത്ര ഏശില്ല. CPM-കാരെ മർദ്ദിച്ച കേസിലെ പ്രതികളാണ് കൊല്ലപ്പെട്ട ഷെറിലും പരിക്കേറ്റ വിനീഷും. അതിനെ തുടർന്ന് പാർട്ടി അകറ്റി നിർത്തിയവരാണ് ഇവരെന്നാണ് പാനൂർ ഏരിയ സെക്രട്ടറി മുതൽ സംസ്ഥാന സെക്രട്ടറി വരെ ആവർത്തിക്കുന്നത്. ഷെറിൽ അങ്ങനെ ഒരു വർഗശത്രുവാണെങ്കിൽ എന്തിന് ഇന്ന് CPM നേതാക്കൾ ആ വീട് സന്ദർശിച്ചു? കൊല്ലപ്പെടുന്ന RSS നേതാക്കളുടെ വീട് CPM-കാർ സന്ദർശിക്കാറുണ്ടോ എന്നാണ് പാർട്ടിയോട് ചോദിക്കാനുള്ള മറുചോദ്യം. ഈ തെരഞ്ഞെടുപ്പിൽ വടകര മണ്ഡലത്തിലടക്കം തിരിച്ചടിയാകും പാനൂരിലെ സ്ഫോടനം. TP കേസ് പ്രതികളുമായി അടുത്ത ബന്ധമാണ് പ്രതികൾക്കുള്ളതെന്നും കൊടിസിനി ഉൾപ്പെട്ട സംഘത്തിന്റെ B ടീമാണ് ഇവരെന്നും RMPയും കോൺഗ്രസും ആവർത്തിച്ചു പറയുന്നുണ്ട്. പാർട്ടി അറിയാതെ ഇലയനങ്ങാത്ത പാനൂരിൽ പ്രതികൾ എങ്ങനെ വിലസി നടന്നു? ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ആരെ ഉന്നമിട്ടാണ് ഇവർ ബോംബ് നിർമ്മിച്ചത്? പാർട്ടി തണലിൽ വളർന്നവർ പാർട്ടിക്ക് തന്നെ പാരയാകുന്നതാണോ പാനൂരിൽ ഇപ്പോൾ കാണുന്നത്? തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ പൊള്ളുന്ന ചോദ്യങ്ങൾക്കെല്ലാം CPM മറുപടി പറയേണ്ടി വരും.